പാർലമെന്റ് നഗരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വേദിയിലിരിക്കുന്ന നരസിംഹറാവുവിനെ നോക്കി മിസ്റ്റർ റാവ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയില്, ലാൽ ബഹാദൂർ ശാസ്ത്രി ഇരുന്ന കസേരയില്, ഇന്ദിരാഗാന്ധി ഇരുന്ന കസേരയില്, ആ കസേരയിൽ പവിത്രമായ കസേരയിൽ ഇരിക്കാൻ റോമാനഗരം കത്തിയെരിഞ്ഞപ്പോ വിടവായി ചെല്ലോ ചക്രവർത്തിയെ പോലെ ഇന്ത്യയിലെ പ്രബലമായ ന്യൂനപക്ഷ സമുദായം ഇവിടെ കൊലക്കത്തിക്കരിയാകുമ്പോ ആ പവിത്രമായ കസേരയിലിരിക്കാൻ അങ്ങ് അയോഗ്യനാണ് എന്ന് മുഖത്ത് നോക്കി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് മഹാനായ സെട്ടു സാഹിബ് എന്ന വ്യക്തിക്ക് മാത്രമാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തില് തങ്ക ലിപികൾ കൊണ്ട് എഴുതി വെച്ചൊരു പ്രസംഗമായിരുന്നു സെട്ടു സാഹിബിന്റെ പ്രസംഗം. അതുകൊണ്ട് തന്നെ സെട്ടു സാഹിബിനെ വിലയിരുത്തേണ്ടത് അത്തരം കാര്യങ്ങളിലാണ്. ഒരു നൂറ്റാണ്ടില് ഒരാളാണ് മഹാത്മവൽക്കരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ടില് ചരിത്ര മഹാപുരുഷൻ മഹാനായ സെട്ടു സാഹിബായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഇന്ത്യയില് 20 കോടിയോളം വരുന്ന മുസ്ലിം ജനസാമാന്യം ആട്ടിൻപറ്റങ്ങളെ പോലെ ഒരു ഭാഗത്ത് മുലായം സിംഗ്, ഒരു ഭാഗത്ത് ലല്ലു പ്രസാദ് യാദവ്, ഒരു ഭാഗത്ത് സോണിയ, ഒരു ഭാഗത്ത് അഡ്വാനി, ഇങ്ങനെ പരസ്പരം തെളിക്കുകയാണ്. ഒരു നേതൃത്വത്തിന്റെ അഭാവം നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുന്നു. ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്ന ഓരോ ചരിത്ര പുരുഷന്മാര്, നിങ്ങൾക്കറിയാം സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് കോൺഗ്രസ് മലപ്പുറത്ത് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് മാസങ്ങളോളമായി ഗോലാഗോലം രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം മല്ലടിക്കുകയാണ്. മലപ്പുറം ജില്ലയിലും